ഓട്ടോ ഡ്രൈവറാണ്. ഈ റോഡിൽ ഞങ്ങളെ കുഴപ്പമെന്ന് പറയും, ഈ റോഡിൽ ഞങ്ങൾക്ക് ഓടാൻ പറ്റുന്ന ഒരു കാരണത്തിൽ ഓടാൻ പറ്റുന്നില്ല. ഞങ്ങൾ 1000 ഓടിയാൽ 2000 രൂപ വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കുക. ഞങ്ങൾ ഇതുകൊണ്ട് ആരും വാങ്ങിക്കുന്ന വീട്ടിൽ ഞങ്ങൾക്ക് വേറെ വരുമാനമൊന്നും ഇല്ലാത്തതാണ്. ഈ ഓട്ടോ ഓടിയാണ് ഞങ്ങൾ ചിലവെല്ലാം കഴിയുന്നത്. പിള്ളേരെ പഠിത്തം ഞങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഓട്ടോ ഓടി ഞങ്ങൾ ചെയ്യുന്നത്. ഈ റോഡ് ഞങ്ങൾക്ക് തരുന്നില്ല. ഈ റോഡൊക്കെ യാത്രാ സൗകര്യം ഇല്ല. 10 വർഷം കൊണ്ട് ഒരു പാലത്തിന് പണി തുടങ്ങി. ആ പാലത്തെ അടി മൊത്തം പോയിരിക്കുക. എല്ലാ ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും വന്ന് ഡ്രില്ല് ചെയ്യുക, പിന്നെ അങ്ങ് തിരിച്ചു പോവുക. പിന്നെ ഉദ്ഘാടന ഫ്ലക്സ് വെക്കും, നിർമ്മാണ ഫ്ലക്സ് വെക്കും, മൊത്തം ഫ്ലക്സ് വെച്ച് എല്ലായിടത്തും ഇത്ര രൂപ എന്ന് അനുവദിച്ച് വെക്കും എല്ലാവരും. പിന്നെ തിരിഞ്ഞു നോക്കത്തേ ഇല്ല. പിന്നെ കോൺട്രാക്ട് ചെയ്തു, കോൺട്രാക്ട് ചെയ്തില്ല, കോൺട്രാക്ട് പൈസ ഇല്ല, പുള്ളി അവിടെ ഇല്ല, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഭയങ്കര കഷ്ടമാണ്. ഈ റോഡ് മെയിൻ റോഡ് ആലുവങ്കുളി വരെ പോകുന്ന റോഡായത്. ആൾക്കാർ അനേകം വരുന്നത് ഇന്നും ഒത്തിരി ജനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ വെളിയിൽ വരുന്ന കാറുകാർ വന്ന് ഈ കുഴിക്കത്തെ പിന്നെ ഞങ്ങളെ പൊക്കി മാറ്റുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾ ഓട്ടം അവർ പറഞ്ഞു ചേട്ടൻ സഹായിക്കാൻ പറഞ്ഞ് ഞങ്ങൾ പൊക്കി മാറ്റുന്നു. സ്ഥിരം ഇത് പരിപാടി സ്ഥിരമാണ്, ഭയങ്കര കുഴിയാണ്. അങ്ങോട്ട് കൊക്കച്ചാട് കഴിഞ്ഞ ലോറി മറിഞ്ഞു, ഒരു 6-7 മാസം മുമ്പ് ലോറി അവിടെ മറിഞ്ഞു, തടി ലോറി അവിടെ കുഴി കടന്നു. ഈ പുള്ളിക്ക് ഉടനെ കുറച്ച് കൊടുത്താൽ DRI ഇട്ടിട്ട് പുള്ളി ഫില്ല് ചെയ്തില്ല. ആ കുഴിക്കാതെ ലോറി താപ്പോട്ട് കൊക്കയും പറഞ്ഞു. ആയത്തിന് ആൾക്കാർക്ക് യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് അനേക സംഭവങ്ങൾ, പിന്നെ അങ്ങനെ അനേക സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും പറയുമ്പോൾ ഞങ്ങൾ ചെയ്തു ഒക്കെ എന്ന് പറഞ്ഞിരിക്കും എല്ലാവരും. ഇത് പൊളിച്ചിട്ട് 6 മാസം കഴിഞ്ഞ് പൊളിച്ചിട്ടിട്ട് ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. എല്ലാവരും പറയാം ശരി ഇതാ ചെയ്യുന്നു, ഇതാ വരുന്നു, അങ്ങോട്ട് എല്ലാം പറഞ്ഞ എല്ലാവരും ഇതാ മറുപടി പറയുന്നത്. ഇപ്പോൾ ഉടനെ ചെയ്യും, നാളെ ചെയ്യും, മറ്റന്നാൾ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ ഈ 6-7 മാസം കൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കുകയാണ്. അപകടം സ്ഥിരം ബൈക്കിൽ ഏറ്റവും കൂടുതൽ വീഴുന്നത്. ഞങ്ങൾ പിന്നെ ഇവരെ പൊക്കുക. മിക്ക ദിവസം ഞങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളെ വീണു, ഞങ്ങൾ കൊണ്ടുപോയി. ഞങ്ങൾ കുന്നില്ല രാത്രി കൊണ്ടുപോയത്. എങ്ങനെ വീണാൽ പിന്നെ ഇവരെ ഈ ഭയങ്കര പാടായിരുന്നു വീണ. കാരണം മുട്ടുപോലും എല്ലാം പോവുക, കൈ പോവുക, എല്ലാം മിക്ക ദിവസവും വീടും എല്ലാവരെയും. ഭയങ്കര ശല്യമാണ്. ഒരു വെളിയിൽ കാറുകാരൻ വന്നാൽ ഈ കുഴി ചാടുക, പിന്നെ ഞങ്ങളെ പൊക്കി മാറ്റുന്ന കാറൊക്കെ. 7 മാസമായി. 7 മാസമായി ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അതെ, കാരണം ഇത് 7 മാസമായി MLA ഫണ്ട് അനുവദിച്ച് 45 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ട് MLA ഇതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതാണ്. എന്നാൽ ഈ 7 മാസത്തിനോടിടയ്ക്ക് അങ്ങും ഇങ്ങും വന്നൊരു ഒറ്റപ്പണി ചെയ്തിട്ട് പോകും. ഈ കോൺട്രാക്ടറെ സംബന്ധിച്ച് നമ്മൾ പല പ്രാവശ്യം കോൺട്രാക്ടറെ കുറിച്ച് തിരക്കിയപ്പോൾ ഈ കോൺട്രാക്ടർ ചെയ്യുന്ന എല്ലായിടത്തും എവിടെ ചെയ്താലും ഇത്തരത്തിൽ പണി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് ഞാനും ഇവിടുത്തെ വാർഡ് മെമ്പറും കൂടെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അയാളുടെ വീട്ടിൽ പോയിരുന്നു. അന്ന് പുള്ളി പറഞ്ഞത് നാളെ തൊട്ട് പണി തുടങ്ങും, 2 ദിവസം സമയം എനിക്ക് പണി തുടങ്ങുമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേന്നാണ് പുള്ളി ഇവിടെ കൊണ്ടുവന്നിട്ട് മെറ്റിലിറക്കി പോയി. പണി നടന്നിട്ടില്ല. കാരണം ഇത് മനഃപൂർവ്വം MLAയുടെ വർക്ക് നടക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നൊരു പണിയാണ്. അതല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ സമിതി എന്ന് പറയുന്ന പഞ്ചായത്താണ്. പഞ്ചായത്തിലെ AE ഉൾപ്പെടെ നിന്നുകൊണ്ടാണ് ഈ വർക്ക് ചെയ്യേണ്ടത്. ഇവർ ഈ വർക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ ഈ കോൺട്രാക്ടറെ എന്തുകൊണ്ടാണ് ഇവർ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താത്തത്? കഴിഞ്ഞ 10 വർഷമായിട്ട് UDFൻ്റെ പഞ്ചായത്താണ് ഭരിക്കുന്നത്. ഈ 10 വർഷവും ഇയാൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നെങ്കിൽ ഇയാൾ വർക്ക് കുഴപ്പുന്ന ഒരാളാണെങ്കിൽ, കോൺട്രാക്ടർ ആണെങ്കിൽ ആ ആളിനെ കരിമ്പട്ടികയിൽ എന്തുകൊണ്ട് ഇവർ ഉൾപ്പെടുത്തുന്നില്ല? അപ്പോൾ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ റോഡ് പണി നടക്കാത്തത് ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ MLAയുടെ ഈ വർക്ക് ഇവിടെ നടക്കരുത് എന്ന് അവർക്ക് നിർബന്ധമായ ഒരു ബുദ്ധി ഉണ്ടായിരുന്നു ആർക്കൊക്കെയോ. അതിൻ്റെ ഭാഗമായിട്ട് നടക്കാതിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഈ പഞ്ചായത്തിന് ഇടപെടാമല്ലോ. പഞ്ചായത്ത് റോഡ് MLAയുടെ ഫണ്ട് അനുവദിച്ചുകൊണ്ട് പഞ്ചായത്ത് റോഡ് പണിയുമ്പോൾ അതിൻ്റെ നിർമ്മാണ സമിതി എന്ന് പറയുന്ന പഞ്ചായത്തിന് കൃത്യമായിട്ട് അതിനകത്ത് ഇടപെടാൻ കഴിയും. അവരതിനകത്ത് ഇടപെടുന്നില്ല. അപ്പോൾ ഇതിനകത്ത് അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. കാരണം ഈ പഞ്ചായത്ത് ഇടപെട്ടിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഇത് വർക്ക് നടക്കും. അല്ലെങ്കിൽ ഈ പിന്നെ കോൺട്രാക്ടർ എന്തുകൊണ്ട് കരിപ്പട്ടിയിൽ ഉൾപ്പെടുത്തുന്നില്ല? ഇയാൾക്ക് എന്തുകൊണ്ട് കോൺട്രാക്ട് കിട്ടുന്നു? ഇപ്പോൾ ഈ ടെൻഡറാണ് നടക്കുന്നത്. അപ്പോൾ ഈ ടെൻഡർ നടക്കുമ്പോൾ ഒരാൾ അയോഗ്യനായ ഒരു കോൺട്രാക്ടറാണ് എന്ന് കാണിച്ചുകൊണ്ട് ഇയാളെ ഈ കോൺട്രാക്ട് ഒഴിവാക്കാൻ വരുന്നല്ലോ. അതും ഇവിടെ നടക്കുന്നില്ല. അപ്പോൾ ഇയാൾക്ക് കൃത്യമായി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരെ സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. ഈ ജെസി കൊണ്ടുവന്ന് ഈ പരിവാക്കിയിട്ടിട്ടേ ഈ മണ്ണ് മൊത്തം വെളിയിട്ടേക്കായിരുന്നു. ഫസ്റ്റ് ശക്തമായ 2 മഴ പെയ്ത് ഇവിടെയുള്ള വെള്ളവും അതുകൂടാതെ മലമ്പ്രദേശിക്കുന്ന വെള്ളം കൂടെ ഇവിടെ ഒലിഞ്ഞു വന്നിട്ട് ഈ റോഡ് ഗതാഗതം മൊത്തം സ്തംഭിച്ചു കുറേ മണിക്കൂറുകളോളം. പിന്നെ എത്ര 2 വീലറുകാർ ഇവിടെ മറിഞ്ഞു വീണ് അവരെ എല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ട് അറിയാമോ? ഇതുപോലെ വലിയ ദുരിതം ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്. അവൻ എവിടെ തുടങ്ങി വെച്ചാൽ ഈ പണി അവന് കാണിക്കുന്നത് ഇല്ല. കണ്ടില്ല, ഈ കാണിച്ചൊക്കെ കണ്ടില്ല. ഏകദേശം നമുക്ക് തന്നെ ഊഹിക്കാനുള്ളതെല്ലാം ഉള്ളൂ. 2 മഴ പെയ്തപ്പോൾ ഈ പച്ചമണ്ണെല്ലാം കൂടെ ഒലിച്ച് ഈ റോഡിൽ വന്നിട്ട് ഗതാഗതം 2-3 മണിക്കൂറൊക്കെ സ്തംഭിച്ചു. അതിനുശേഷം എത്ര 2 വീലുകാർ ഇവിടെ അപകടത്തിൽ പെട്ടെന്നറിയോ? പണിഞ്ഞില്ല, തൊടായിരുന്നാൽ മതിയായിരുന്നു. നമ്മൾ എങ്ങനെയും അഡ്ജസ്റ്റ് പോയിരുന്നു, പഴയമാതിരി അഡ്ജസ്റ്റ് പോയിരുന്നു. 6 മാസം മുമ്പേ ഇത് വെട്ടിക്കുഴിച്ച് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാന പറിച്ചിരിക്കുന്ന ഓരോ ഇടത്തും ഈ ഇതിനകത്ത് മൊത്തം കല്ലും കുറ്റിയും മൊത്തം ഇരിപ്പുണ്ട്. അതൊന്നും എടുക്കാതെ കൊണ്ടാണ് ഈ കോൺക്രീറ്റ് ചെയ്യാനെ കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കോൺട്രാക്ടറെ പിന്നെ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. ഈ വെട്ടിക്കുഴിച്ചിട്ടിട്ട് പോവുകയാണ്. ഞങ്ങളിവിടെ കിടന്ന് ദുരിതം അനുഭവിക്കുക. 2 ഓട്ടോ റിക്ഷകൾ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. ആ കുഴിയിൽ ചാടി അവിടെ കിടക്കുകയാണ്. അപകടങ്ങളൊക്കെ ഉണ്ടാകും. അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ ചെറിയ വണ്ടികളെല്ലാം സൈഡ് മൊത്തം ഇടിച്ച് പറിച്ച്
ആണ് ഈ കയറി പോകുന്നത്. വലിയ തിരക്കുള്ള റോഡല്ലേ? വലിയ തിരക്കുള്ള ആലുവൻകുടി റോഡുകൾ പോകുന്നതാണ്. ആലുവൻകുടി ഇന്നിപ്പോൾ നാളെ ഇന്നും ഒക്കെ ഒരുപാട് വണ്ടികൾ പോകുന്നതാണ്. ഇപ്പം വലിയ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ കുറേ മെറ്റൽ കൊണ്ടുവന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് ആ റോഡിൽ നടുക്ക്. ഇത് ഇങ്ങനെ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. കോൺട്രാക്ടറെ കണ്ടിട്ടുമില്ല, ഇതെന്തുവാന്നുള്ളത് ഒന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ റോഡ് റെഡി ആക്കി കിട്ടണം. ഇലക്ഷനൊക്കെ ഒരുപാട് മുമ്പേ ഉള്ളതാണ്. ഒരു പഞ്ചായത്ത് റോഡിന് മുമ്പേ ഉള്ള കാര്യങ്ങളാണിത്. കുഴിച്ചിട്ടിട്ട് പോയിരിക്കുകയാണ്. കുറച്ച് മെറ്റൽ ഇപ്പോൾ ഈ ഇലക്ഷൻ വന്നപ്പോൾ അവിടെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അല്ല ഒരു കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല. രണ്ട് സൈഡും സ്കൂളിൽ കുഞ്ഞുങ്ങൾ പോകാൻ വരുന്നുണ്ട്, വണ്ടി വരുന്നുണ്ട്, ഓട്ടോ ആയാലും ബൈക്കായാലും അവർക്ക് ഒഴിയാൻ പറ്റത്തില്ല. മുള്ളിനകത്തോട്ട് ദേഹത്താകും മുള്ളും കൊള്ളും, ഭയങ്കര പ്രശ്നങ്ങളാണ്. പിന്നെ അല്ലയോ മൊത്തവും പോയി കിടക്കുക. ഓട്ടോയിലിരുന്ന് ഞങ്ങൾക്കൊന്നും പാവം വയ്യ. ഒന്നാമതേ കാലിന് വേദനയും നടുവിന് വേദനയൊക്കെയാ. ഓട്ടോയ്ക്ക് പോയി അങ്ങ് ഭയങ്കര. MLA വന്നു പറഞ്ഞാൽ MLA വരുന്നതിന് തലേ ദിവസം അവനിവിടെ മാന്തി പറിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞ പിന്നെ അന്ന് ഞങ്ങൾ ചോദിച്ചതാണ് ഇത് MLA വരുന്നുണ്ടോ, എമ്മയുടെ കണ്ണിപ്പൊടി വിടാനാണെന്ന് ചോദിച്ചതാണ്. പക്ഷെങ്കിൽ പിന്നെ MLA കിടന്ന് വെള്ളം വെക്കുന്നതുകൊണ്ടാണ് ഇവൻ ഇത്രയും ചെയ്തത്. പൈസ അനുവദിച്ചു. പക്ഷെ കോൺട്രാക്ടർ ഒറ്റ കുഴപ്പമാണ്. അവനാണ് ഇതിന് ഉഴപ്പ് മൊത്തം അവനാ ചെയ്യുന്നത്. അവൻ ഈ നാട്ടിൽ പണിയെടുത്ത് ഏത് പണിയെടുത്താലും പൂർത്തീകരിക്കത്തില്ല. ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. മഴ പെയ്താൽ പിന്നെ ഇതിന്റെ വണ്ടി പോകാൻ പറ്റത്തില്ല. ബുദ്ധിമുട്ടെന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ലേ? ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറയാൻ കണ്ടില്ല. റോഡിന്റെ സൈഡ് മൊത്തം കളച്ച് മാറ്റിയിട്ട് ഒരു വണ്ടി വന്നാൽ കൊണ്ടതിന് സൈഡ് കൊടുക്കാനൊക്കത്തില്ല. ഓട്ടോക്കാരെ കിടന്ന് വിഷമിച്ചത് മൊത്തം. സാധാരണ ഇവിടുത്തെ ആൾക്കാർ മൊത്തം ഓട്ടോ സഹായിച്ചു പോകുന്നവരാ. ഓടങ്ങളാ കൂടുതലുണ്ടാകുന്നത്. ബൈക്കാരൊക്കെ എത്രയോ പേരെ ഇവിടെ വീണെന്ന് പറഞ്ഞ് കിടക്കുന്നത് അറിയോ? നല്ല താഴ്ച. ഇത് ചുമ്മാ കൊണ്ട് വാന്തി പറിച്ചിട്ടേക്കുന്നുള്ളത് മാസങ്ങളായി, 3-4 മാസമായി ഇതിങ്ങനെ വാന്തി പറിച്ചിട്ട് തുടങ്ങിയിട്ട്. ഒരു കോൺട്രാക്ട് പിന്നെ ഒരു ജോലി എടുത്തു കഴിഞ്ഞാൽ കൊണ്ട് അവന്റെ പിന്നെ കടമയാണ് അത് എത്രയും പെട്ടെന്ന് ശരിയായി കൊടുക്കുന്നത്. ഇത് മാസങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇട്ടിരുന്നാലെ കൊണ്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ല, നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കില്ല. അതുകൊണ്ടുണ്ടോ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇന്നും നാളെയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആൾക്കാർ യാത്ര ചെയ്യുന്ന സ്ഥലമായത് തന്നെയല്ല. ഇത് ഒരുമാതിരി ഗുണ്ടായിസം, മനുഷ്യനെ വെല്ലുവിളിക്കുന്ന രീതി, അതേ രീതിയിലാണ്. സൈഡ് കൊടുക്കാനും ബുദ്ധിമുട്ടുണ്ട്, വണ്ടി ഓടിക്കാനും ബുദ്ധിമുട്ടുണ്ട്. എതിരെ ഒരു വണ്ടി വന്നാൽ കൊണ്ട് എന്ത് ചെയ്യും? രാത്രി ഇതുവഴിയോ വണ്ടി ഓടുന്നത് നിങ്ങൾ തന്നെ ഒന്ന് നോക്കി. ഒരു വണ്ടി അങ്ങോട്ട് കയറി പോകുന്നെങ്കിൽ ഒരു വണ്ടി തിരിച്ചിറങ്ങി വരുവാണെങ്കിൽ എന്ത് ചെയ്യും? ആ വണ്ടി ആ കുഴിച്ചത് ചാടത്തല്ലേ ഉള്ളൂ. കോൺട്രാക്ട് ഉപേക്ഷിച്ചാൽ എന്തോന്നുള്ളത് അറിയത്തില്ല. അയാൾ പറയുന്നില്ലല്ലോ ഞാൻ ഉപേക്ഷിച്ചു, അല്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല പറയുന്നില്ല. ഇതൊക്കെ രാഷ്ട്രീയ കളിയാണെന്ന് ഇലക്ഷന്റെ ഒരു 2-3 മാസം മുമ്പേ ഒട്ടിച്ചിട്ടതാ. ഞാൻ ഇന്നലെ പിന്നെ 10-12,000 രൂപ മുടക്കി വണ്ടി കൊണ്ടുകൊണ്ട് വന്നതാ. ഇതേ രീതിയിൽ പിന്നെ ഈ റൂട്ടിൽ ഒക്കെ കിടന്ന് ഓടിയാൽ കൊണ്ട് വണ്ടിക്ക് പണി ഉണ്ടാവും. 6 മാസമായി ഇത് റോഡ് ഇങ്ങനെ പണി കുഴിയിട്ട്. എനിക്ക് സ്കൂട്ടിയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിള്ളേരെ കൊണ്ടൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ സൈഡ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് വന്ന് കുറച്ച് കല്ലൊക്കെ പൊട്ടിച്ചു, അതെല്ലാം കോരി മാറ്റി, അതെല്ലാം കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന് 2 ദിവസം മാന്തും പോകും. മഴ പെയ്തപ്പോൾ ഈ മണ്ണെല്ലാം പൊലിച്ച് ഈ പാലത്തിൻ്റെ വണ്ടയ്ക്ക് വന്നായിരുന്നു. പാലത്തിൻ്റെ വണ്ടയ്ക്ക് വന്ന് അവിടെ കിടക്കുക. പിന്നെ ചള്ളയായാലും അവിടുന്ന് മെറ്റിലെല്ലാം ഇട്ടതെല്ലാം റോഡിൽ കിടക്കുമായിരുന്നു. ഇപ്പം കുറേ മെറ്റിലെല്ലാം കൊണ്ടുവന്ന് അവിടെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല 5-6 മാസം. ഭയങ്കര പാടാണ്. ഒരു വേളിയിൽ നിന്ന് ഒരു വണ്ടി ഇറങ്ങി വന്ന് നമ്മൾ കാനയുടെ അവിടെ മാറി കൊച്ചുങ്ങളെ കൊണ്ട് ചവിട്ടി നിന്നല്ലേ പറ്റത്തുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറിപ്പോൾ. റോട്ടിൽ കൂടെ പോകുമ്പോൾ മേളിൽ നിന്നാണ്ട് അവിടെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ നോക്കുമ്പോൾ കാണാം അവിടെ മെറ്റിലിട്ടിട്ടുണ്ട്. മാറ്റി നിർത്തണം. നിർത്തിയ ശേഷം ഈ വണ്ടി വന്ന ശേഷം നമുക്ക് സ്കൂട്ടിയും കൊണ്ട് പോകാൻ പറ്റും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വണ്ടി പോകാനും വരാനും ആൾക്കാർക്കാണെങ്കിലും എല്ലാം തന്നെ വലിയ ബുദ്ധിമുട്ടാണ്.